ഹായ്. ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കടം മേടിച്ചിട്ട് കല്യാണം നടത്താനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നല്ല മെമ്മറി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഉള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അതിൽ കടം മേടിച്ച് നടത്തുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് ആരുടെയും പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അത് ഓരോരുത്തരുടെയും അഭിപ്രായമാണ് ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു ദിവസം ആം, ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അടുത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഒരു ദിവസം കൊണ്ട് കത്തിത്തീരുന്ന എമൗണ്ട് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായില്ലേ? അതായത് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ബിസിനസ്സിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം കാര്യമുള്ളതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അല്ലാത്ത ആളുകളാണെങ്കിൽ ആം, അവർക്ക് അത്രയും എമൗണ്ട് ലോൺ സേവ് ആയി കിട്ടുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു വ്യക്തി ഒരു കല്യാണം കഴിഞ്ഞ്, കല്യാണം അടിച്ചു പൊളിച്ച് നടത്തി, നല്ല നമ്മള് നല്ല ഓടി കാർ അല്ലെ ബെൻസ് കാറൊക്കെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് അടിപൊളിയായിട്ട് നടത്തി, പാട്ട്, ബഹളം, മെഹന്തി, ഹൽദി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് അവൻ രാവിലെ മുതൽ പിന്നെ സ്ട്രെസ്സിലേക്കാണ് പോണേ. രാവിലെ മുതൽ അവന്റെ ആലോചന പിന്നെ ഇതെങ്ങനെ അടച്ചു തീർക്കും എന്നുള്ള സംഭവമാണ്. ഇപ്പൊ നല്ലൊരു വെൽ സെറ്റിൽഡ് ആയ അല്ലെങ്കിൽ നല്ലൊരു സാലറി ഉള്ള ആൾക്കാർക്കൊന്നും അത് പ്രശ്നമില്ല, അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അല്ലാത്ത സാധാരണക്കാരൻ ഫോഴ്സ്ഫുള്ളി അതിനകത്തേക്ക് വീഴുവാണ് ശരിക്കും. അതായത് നമ്മൾ ധൈര്യമായിട്ടൊരു നോ പറയാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവണം. എന്ന് വെച്ചാൽ കല്യാണം വേണ്ട എന്ന് പറയാനല്ല ഉദ്ദേശിച്ചത്. കല്യാണം സിമ്പിളായിട്ട് നടത്താൻ പറ്റും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നടത്തണം എന്ന് പറഞ്ഞൊരു ഒരു ലോജിക്ക് നമ്മളവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതോടുകൂടി രക്ഷപ്പെടുകയാണ്. ഒരു നോ പറയുന്നതിലൂടെ നമ്മൾ വലിയൊരു കടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നോ പറഞ്ഞുകൊണ്ടും കാര്യമില്ല. നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ ഫോഴ്സ് ചെയ്യും. നീ എനിക്ക് എന്താ ഇത് നന്നായിട്ട് നടത്തിക്കൂടെ, നിന്റെ ലൈഫിൽ ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവമല്ലേ, നിനക്ക് അടിപൊളിയായിട്ട് നടത്താൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ ആൾക്കാരെ വെറുപ്പിക്കേണ്ടി വരും. പക്ഷെ ആ ഒരു നോ നിങ്ങൾ കറക്റ്റ് ടൈമിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പൈസ സേവ് ആവണം. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്ര ഉള്ളു. അല്ലാതെ ഇത് ആരെയും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഇത് താല്പര്യമുള്ള ആൾക്കാർ